ഞാൻ പറഞ്ഞില്ലേ ഐഷോസ്പീഡ് ട്വിച്ചുമായി 2 വർഷത്തേക്ക് 5100 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചതായി റിപ്പോർട്ട്. മോനെ ഇതല്ലാന്നില്ല ഈസ് മോനെ കാര്യം പറയല എന്തെല്ലാം ചെയ്യാ അല്ലടാ. ഇപ്പൊ പുറത്തില്ലേ, അതായത് പുറത്തെ രാജ്യങ്ങളില് ഇപ്പൊ ഈ ഐഷോസ്പീഡിന്റെ ഇതോടുകൂടി ഈ എന്താ പറയാ ആക്ടേഴ്സ് ഇല്ലേ, ആക്ടേഴ്സ് അല്ലെങ്കിൽ മ്യൂസിക് പാട്ട് പാടുന്ന ഈ ജസ്റ്റിൻ ബീബർ പോലത്തെ ഈ പാട്ട് പാടുന്ന ആൾക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷേ ഐഷോസ്പീഡിന്റെ ഇതോടുകൂടി സ്ട്രീമേഴ്സിനാണ് അവിടെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ടീം സ്ട്രീമേഴ്സായി മാറി. നമ്മളെ നാട്ടിൽ അതിന് അങ്ങനെ എപ്പ ഇങ്ങനെയല്ല ആകുന്ന അള്ളാഹ്ക്ക് അറിയാം. എന്തായാലും കുറച്ച് വർഷം എടുക്കും. പക്ഷെ എന്നാലും അങ്ങനെ ആവും. ഇപ്പം ഗെയിമിങ്ങിന്റെ മറ്റേ ഇത് കണ്ടില്ലേ, പ്രൈസ് ദുബായിൽ ഇ സ്പോർട്സിന്റെ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അതിന് എത്ര 600 കോടി പ്രൈസ് പൂള് കേറുന്നുണ്ട്. സംഭവം ഗെയിമിങ് ഇൻഡസ്ട്രി വലുതാകുന്നുണ്ട്. പക്ഷെ അത്രയും വലുത് US-ന്റെ അത്ര വലുതാണെങ്കിൽ കുറച്ച് ടൈം